അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ തുടരുന്ന വൻ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് നയതന്ത്ര തലത്തിൽ ഒരു പരിഹാരമുണ്ടാകാനുള്ള സാധ്യത തെളിയുന്നുവെന്ന സൂചനകളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കാനും വാഷിംഗ്ടണുമായി ചർച്ചകൾ നടത്താനും ഇറാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള അമേരിക്കൻ നിലപാടുകൾ തുറന്നു പറഞ്ഞത്. തുടർച്ചയായി അമേരിക്കൻ ബോംബാക്രമണങ്ങളിൽ ഇറാൻ പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ തന്നെ അവർക്ക് മുൻപിൽ മറ്റ് വഴികളില്ലെന്നുമാണ് ട്രംപ് വാദിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാനിയൻ ഭരണകൂടത്തിന് യാതൊരു താല്പര്യവുമില്ലെന്ന വിദഗ്ധരുടെ വിലയിരുത്തലുകളെ ട്രംപ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. പുറത്ത് പരസ്യമായി ഭീഷണികൾ മുഴക്കുമ്പോഴും അണിയറയിൽ അതീവ രഹസ്യമായ ചർച്ചകൾക്കും ചരട് വലികൾക്കും ഇറാൻ തുടക്കമിട്ടിട്ടുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. എന്നാൽ വെറുതെ ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. വെറും ഒരു കൂടിക്കാഴ്ചയ്ക്കപ്പുറം അർത്ഥവത്തായതും കാര്യക്ഷമവുമായ രീതിയിൽ ചർച്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ ടെഹ്റാനുമായി ചർച്ചകളുടെ മേശപ്പുറത്തിരിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമാധാന നിർദ്ദേശങ്ങളിൽ കൃത്യമായി ഉറപ്പുകൾ നൽകാൻ ഇറാൻ സന്നദ്ധമാകണമെന്നാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ആവശ്യം. കഴിഞ്ഞ മാസമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക സമാധാനത്തിനായുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഈ കരാറിന്റെ മഷി ഉണങ്ങും മുൻപ് തന്നെ ധാരണകൾ കാറ്റിൽ പറത്തി ഇരുപക്ഷവും പരസ്പരം രൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളിലേക്ക് കടന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ നിർണായക പ്രതികരണം പുറത്തു വന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ആഗോള വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ സൈനിക നടപടികൾ വിപുലമാക്കിയതെന്നാണ് വാഷിംഗ്ടണിന്റെ വാദം. എന്നാൽ അമേരിക്കയുടെ ഈ സൈനിക സാന്നിധ്യത്തെയും പ്രകോപനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഗൾഫ് മേഖലയിലുടനീളമുള്ള US സൈനിക തന്ത്രപ്രധാന ആസ്തികൾക്ക് നേരെ ഇറാൻ ശക്തമായ തിരിച്ചടികൾ തുടരുകയാണ്. അമേരിക്കൻ ആക്രമണങ്ങൾ മൂലം തങ്ങൾക്കുണ്ടായ വൻ സാമ്പത്തിക സൈനിക നഷ്ടങ്ങളാണ് ഇറാനുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്. വ്യോമാക്രമണങ്ങളിൽ ടെഹ്റാന്റെ പ്രത്യാക്രമണ ശേഷി ഒരു പരിധിവരെ ദുർബലമായതാണ് അവരെ രഹസ്യ ചർച്ചകളിലേക്ക് നയിക്കുന്നതെന്നാണ് അമേരിക്കൻ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും പരസ്യമായി അമേരിക്കയ്ക്ക് മുന്നിൽ തലകുനിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇറാനിൽ നിലനിൽക്കുന്ന ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയും വിഭവങ്ങളുടെ ക്ഷാമവും യുദ്ധം ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് വലിയ തടസ്സമാണ്. നിരന്തരമായ US ഉപരോധങ്ങൾക്ക് പുറമെ നേരിട്ടുള്ള സൈനിക പ്രഹരങ്ങൾ കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തളർത്തി. ഇതാണ് അമേരിക്കയുമായി നയതന്ത്ര തലത്തിൽ ഒരു സമവായത്തിലെത്താൻ ടെഹ്റാനെ പ്രേരിപ്പിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവനകളെ കേവലം രാഷ്ട്രീയ തന്ത്രമായി കാണുന്ന നിരീക്ഷകരും കുറവല്ല. ഇറാന്റെ ആത്മവീര്യം തകർക്കാനും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തങ്ങളാണ് മേൽക്കൈ നേടി നിൽക്കുന്നതെന്ന് കാണിക്കാനുമുള്ള ട്രംപിന്റെ പ്രചാരണ തന്ത്രമാണിതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അണിയറിയൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം ലെബനൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുടെ സുരക്ഷയെയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. മേഖലയിലെ പ്രധാന ശക്തിയായ ഇറാന്റെ പതനമോ അല്ലെങ്കിൽ സമാധാന കരാറോ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോളതലത്തിൽ എണ്ണവില വർധനവിനും മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ മേഖലയിൽ ഉടനടി സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അമേരിക്കയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുമോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നു. സ്വന്തം ആണവ പദ്ധതികളും മിസൈൽ ശേഷിയും പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തോട് ഇറാൻ ഒരിക്കലും അനുകൂലമായി പ്രതികരിക്കാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ അർത്ഥവത്തായ ചർച്ചകൾ എന്ന ട്രംപിന്റെ നിർവചനം എന്തു തന്നെയായാലും അതിൽ എളുപ്പത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിയില്ല. പരസ്പരമുള്ള മിസൈൽ ആക്രമണങ്ങൾ തുടരുമ്പോഴും ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നത് യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാനുള്ള നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായിരിക്കാം. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നത് തടയാൻ ഇരു രാജ്യങ്ങൾക്കും മേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ മറച്ചുവെച്ച് പോരാട്ടം തുടരാനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്.
എന്നാൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോഴും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് സ്ഥിതിഗതികൾ എന്നാൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോഴും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നത് സ്ഥിതിഗതികൾ അത്ര ശാന്തമല്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന താൽക്കാലിക കരാർ ലംഘിക്കപ്പെട്ടത് വരും ദിവസങ്ങളിലെ ചർച്ചകളെയും സാരമായി ബാധിച്ചേക്കാം. പരസ്പര വിശ്വാസമില്ലായ്മ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ സമാധാന കരാർ ഉണ്ടാക്കിയെടുക്കുക എന്നത് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന് വലിയൊരു കടമ്പയാണ്. വരും ദിവസങ്ങളിൽ അണിയറിയിൽ നടക്കുന്ന ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ യഥാർത്ഥ ഭാവി വ്യക്തമാവുകയുള്ളൂ. ട്രംപിന്റെ അവകാശവാദങ്ങൾ പോലെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങുമോ അതോ തിരിച്ചടികൾ കൂടുതൽ കടുപ്പിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഉപരോധങ്ങളും സൈനിക ആക്രമണങ്ങളും കാരണം കടുത്ത സമ്മർദ്ദത്തിലായ ഇറാനെ പൂർണ്ണമായി അടിയറവ് പറയിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. നയതന്ത്ര വാതിലുകൾ തുറന്നിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സ്വന്തം ഉപാധികൾ അംഗീകരിക്കപ്പെടാതെ പിന്നോട്ടില്ലെന്ന ട്രംപിന്റെ നിലപാട് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി പൂർണ്ണമായി അകറ്റുന്നില്ല.